ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ താമര വിരിഞ്ഞാൽ കാടുപിടിച്ചു കിടക്കുന്ന വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മേഖലയിൽ പര്യടനം നടത്തിയ ശേഷം സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നയൂരിന്റെയും വടക്കേക്കാട്ടെയും പ്രധാന ജനത്തിരക്കേറിയ സ്ഥലങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും എത്തി ഗോപാലകൃഷ്ണൻ വോട്ട് അഭ്യർത്ഥിച്ചു. ബിജെപി സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി, വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കിളിയാംപറമ്പിൽ, ജനറൽ സെക്രട്ടറി സുഭാഷ്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ വി.എ. ബാബു, കെ.വി. സുരേഷ്, ശശി വാകയിൽ, മുകുന്ദൻ, ഷിബു, സുജയൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കേന്ദ്രം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടില്ലേ? ഇതാണ് ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സ്ഥിതി. 1,40,00,000 രൂപയ്ക്ക് പണിഞ്ഞതാണ്. ഈ ഭാഗത്തെ മുഴുവൻ പാവപ്പെട്ട ആളുകൾക്ക് കിടത്തി ചികിത്സിക്കാൻ വേണ്ട സൗകര്യങ്ങളോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊടുത്തിട്ടുണ്ടാക്കിയതാണിത്. 8 വർഷത്തിൻ്റെ മുകളിലായി ഈ കിടപ്പ് ഇങ്ങനെ കിടക്കുന്നു. ഈ ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് ആരോഗ്യം കൊടുക്കാനുള്ളതാണ്, കാട് പിടിച്ച് കിടക്കാനുള്ളതാണോ? ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യത്തെ മാസം ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും അതിന്റെ നിർമ്മാണവും അതിന്റെ പ്രവർത്തനവും ഗംഭീരമായിട്ട് നടത്തും. ഇങ്ങനെയാണോ ഈ പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെയാണോ ഭരിക്കേണ്ടത്? ഇങ്ങനെയുള്ളവരെയാണോ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്കുക. നമസ്കാരം.